ശക്തമായ ഹിന്ദുമത വിശ്വാസിയും BJP അനുഭാവിയുമായിരുന്നു രാഹുൽ ഈശ്വർ. സനാതന ധർമ്മങ്ങളോടുള്ള പാണ്ഡിത്യം തന്റെ ചാനൽ ചർച്ചകളിലും തന്റെ വ്യക്തി ജീവിതത്തിലും രാഹുൽ ഈശ്വർ ഓരോ സമയത്തും വാചാലനായിക്കൊണ്ട് എതിർപക്ഷത്തിന്റെ വായടപ്പിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. കേരളത്തിലെ BJP പ്രസ്ഥാനത്തിന് ശക്തനായ ഒരു കൂടപ്പിറപ്പ് തന്നെയായിരുന്നു രാഹുൽ എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇപ്പോൾ രാഹുൽ ഈശ്വർ തന്നെ BJPയും സംഘപരിവാറും എമ്പുരാൻ സിനിമയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരുന്ന സാഹചര്യത്തിൽ അതിനെ അനുകൂലിച്ചുകൊണ്ട് സംഘപരിവാർ സംഘടനകൾക്ക് ഇതിനോട് പ്രതിഷേധമുണ്ടാകുമെങ്കിലും എല്ലാവരും പോയി കാണണമെന്ന് ആഹ്വാനം ചെയ്യുന്നത് ചെറിയ ചങ്കൂറ്റമൊന്നുമല്ല. മോഹൻലാലിനും പൃഥ്വിരാജിനും ഈ സിനിമ ചെയ്യാനുണ്ടായ ചങ്കൂറ്റതയും രാഹുൽ പുകഴ്ത്തുന്നുണ്ട്. പക്ഷേ ശരിക്കും ചങ്കൂറ്റമുള്ളത് രാഹുലിനാണെന്ന് പറയാതെ വയ്യ. സിനിമയെ സിനിമയായി കണ്ടാൽ മതിയെന്നും മുംബൈയിൽ വെച്ചാണ് താൻ സിനിമ കണ്ടതെന്നും ആ തിയേറ്റർ ഫുള്ളായാണ് സിനിമ ഓടിയത് എന്നും രാഹുൽ പറയുന്നു. സിനിമയിലെ ഓരോ സീനുകളെയും വളരെ വ്യക്തമായി വിവരിച്ച് തനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് രാഹുൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഗുജറാത്ത് കലാപത്തിനെ അതിന്റെ ഭീകരതയോടുകൂടി വർണ്ണിക്കുന്ന കാര്യത്തിലും പ്രേക്ഷകരിൽ അതിന്റെ എഫക്ട് കൊണ്ടുവരുന്ന കാര്യത്തിലും എമ്പുരാന്റെ അണിയറ പ്രവർത്തകർ പൂർണ്ണ വിജയം കൈവരിച്ചു എന്ന് രാഹുൽ ഈശ്വർ വളരെ സന്തോഷവാനായാണ് പറയുന്നത്. കേരളത്തിലെ BJP പ്രസ്ഥാനത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരു ഒറ്റയാൾ പോരാളിയെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ കാൽച്ചുവട്ടിലെ മണ്ണ് പല വഴിക്ക് ഒലിച്ചു പോകുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ്. മണൽത്തരികളെല്ലാം ഒലിച്ചു പോയാൽ പിന്നെ മണൽത്തരികളാണെങ്കിലും മൺതിട്ട ഇടിഞ്ഞു വീഴാൻ അധിക സമയമൊന്നും വേണ്ട. വളരെ രൂക്ഷമായും വ്യക്തമായും തന്നെ ഗുജറാത്ത് കലാപത്തിനു പിന്നിലെ സംഘപരിവാർ സംഘടനയുടെ ക്രൂരത ചലച്ചിത്രം വിളിച്ചു പറയുന്നുണ്ട്. എങ്കിലും എല്ലാവരും അത് കാണണമെന്ന് പറയുമ്പോൾ തന്നെ സംഘപരിവാറിന്റെ ഇത്തരം കൊടിയ ക്രൂരതകളെ പറ്റി മറ്റുള്ളവർക്ക് ധാരണ ഉണ്ടാകണമെന്ന ചിന്ത രാഹുലിൽ ഉണ്ടായി എന്ന് വേണം കരുതാൻ. ഹിന്ദു സംഘടന ഉന്മൂലനം ചെയ്ത ഒരു മുസ്ലിം കുടുംബത്തിൽ നിന്ന് ഉയർന്നു വന്ന പൃഥ്വിരാജിന്റെ കഥാപാത്രം ഗുജറാത്ത് കലാപത്തിന്റെ ക്രൂരതകൾ അനുഭവിച്ച മുഴുവൻ മുസ്ലിങ്ങളുടെയും പ്രതിനിധിയാണ് എന്ന് രാഹുൽ വളരെ ചങ്കുറപ്പോടുകൂടിയാണ് വിളിച്ചു പറഞ്ഞത്. എതിർപ്പുള്ളവർ എതിർത്തുകൊണ്ടിരിക്കട്ടെ എന്നും ബാക്കിയുള്ളവർ കാണുന്നതിൽ തെറ്റില്ല എന്നും രാഹുൽ പറയുമ്പോൾ കേരളത്തിനകത്തും പുറത്തും ഹിന്ദു സംഘടനകളെല്ലാം എമ്പുരാൻ സിനിമയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. എമ്പുരാന്റെ പ്രദർശനം നിർത്തിവെക്കുകയും ടിക്കറ്റ് വിറ്റഴിക്കുന്നത് അവസാനിപ്പിക്കുകയും ഉൾപ്പെടെ മോഹൻലാലിനും പൃഥ്വിരാജിനും എതിരെ വൻ ഭീഷണികൾ പോലും നിലവിലുണ്ട്. BJP-കാർക്കല്ലെങ്കിലും സത്യം വിളിച്ചു പറയുന്നവരെ കൊന്നൊടുക്കി നല്ല പരിചയമാണ്. അതിനെ ഒരു സിനിമയാവട്ടെ, ലേഖനമാകട്ടെ, ഒരു ചിത്രമാകട്ടെ പറയുന്നത് ഹിന്ദുമത തീവ്രവാദികൾ ക്രൂരതകളെ പറ്റിയാണെങ്കിൽ നിഴലാണെന്ന് പോലും നോക്കാതെ വടിവാളേന്തി യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്ന വിഡ്ഢികളായി മാറിയിരിക്കുകയാണ് BJP-കാർ. അല്ല, മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ ഇത്തരം ക്രൂരതകളൊക്കെ മൂടിവെച്ചു തന്നെ മുന്നോട്ട് പോയല്ലേ പറ്റൂ. പക്ഷേ എത്ര പേരുടെ നാവും കണ്ണുകളും മൂടിക്കെട്ടും നിങ്ങൾ?